ക്രിസ്തുവിൽ പ്രിയരെ, തിരഞ്ഞെടുപ്പ് വിശുദ്ധ ഗ്രന്ഥത്തിൽ വ്യക്തമായി അവതരിപ്പിക്കപ്പെടുന്നത് അബ്രാഹത്തിന്റെ വിളിയിലൂടെയാണ്. പൂർവ്വപിതാക്കന്മാരെ സ്നേഹിച്ച് തിരഞ്ഞെടുത്തതിലൂടെയാണ് ഇസ്രായേൽ ദൈവമക്കൾ എന്ന രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയായി തീർന്നത്. പുതിയ നിയമത്തിൽ യേശുവാണ് തിരഞ്ഞെടുപ്പിന്റെ ആധാരശില. ഇവിടെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം കാണുക തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിക്കുന്ന യേശുവിനെയാണ്. എന്തിനു വേണ്ടി? യേശുവിന്റെ വിളിയുടെ ലക്ഷ്യവും ഉദ്ദേശവും കൂടെ ആയിരിക്കുവാനും പ്രസംഗിക്കുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനുമാണ്. ഇതിനെല്ലാം സർവ്വ അധികാരങ്ങളും അവർക്ക് നൽകിക്കൊണ്ട് അവരെ സ്വന്തം ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്ന യേശുവിന്റെ സാന്നിധ്യം. എന്നാൽ എൻ്റെ ജീവിതത്തിൽ വിളിയുടെ തിരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം എൻ്റെ കുറവുകളാണ്. ആ കുറവുകളെ നിറവുകളാക്കി മാറ്റുവാൻ അവൻ എന്നെ മാറോട് ചേർത്ത് വയ്ക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 28 അത് കൂടുതൽ വ്യക്തമാക്കുന്നു. വചനം പറയുന്നു, ലോകദൃഷ്ട്യാ നിസ്സാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു. അതെ, വിളിയുടെ മാനദണ്ഡം ഈശോയുടെ ഇഷ്ടമാണ്. അല്ലാതെ ഒരുവന്റെ വിദ്യാഭ്യാസ യോഗ്യതയോ സാമ്പത്തിക പശ്ചാത്തലമോ ധാർമ്മിക നിലവാരമോ ഒന്നും ഈശോയുടെ ശിഷ്യനാകുന്നതിന്, പ്രിയപ്പെട്ടവരാകുന്നതിന് യോഗ്യത നിശ്ചയിക്കുന്നില്ല. ബൈബിളിലുടനീളം നമുക്കിത് വ്യക്തമായി ദർശിക്കാനാകും. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽക്കാരെ രക്ഷിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് വിക്കനായ മോശയാണ്. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ യേശുവിന്റെ ശിഷ്യന്മാരുടെ പശ്ചാത്തലം എന്താണ്? സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ച മുക്കുവരല്ലേ ഭൂരിഭാഗവും. കൂടാതെ പാപത്തിൽ നിന്നും വിശുദ്ധിയിലേക്കുള്ള മാറ്റത്തിന്റെ ശക്തമായ മാതൃകയായി തീർന്ന ദൈവശാസ്ത്രജ്ഞനും സഭാപിതാവുമായ വിശുദ്ധ അഗസ്തീനോസ്. യേശുവിന്റെ വിളിയോട് സഹകരിച്ച് പ്രതികരിക്കുമ്പോൾ നാമും യഥാർത്ഥ ശിഷ്യരായി മാറുന്നു. അങ്ങനെ നമുക്ക് ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഉപകരണങ്ങളാകാം. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വെളിച്ചം നൽകാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.